വർഷം 2025 ജൂലൈ മാസത്തിൽ ഒരു 48-കാരൻ ഒരു റിട്ടേൺ കംപ്ലൈൻറ്റുമായി പോലീസ് സ്റ്റേഷനിൽ വെച്ചു. വർഷങ്ങൾക്ക് മുന്നേ അയാളും ഭാഗമായ ഒരു മിസ്റ്റീരിയസ് ക്രൈമിനെ കുറിച്ചായിരുന്നു ആ റിട്ടേൺ കംപ്ലൈൻറ്റ്. ആ കംപ്ലൈൻറ്റ് വായിച്ചത് പോലീസുകാരൊക്കെ നിന്നിട്ട് എന്തായിരുന്നു ആ കംപ്ലൈൻറ്റ്, ആരായിരുന്നു ആ വ്യക്തി? ഹലോ ഗായ്സ്, വെൽക്കം ടു ദി ലീഗൽ ലൂപ്പ് വിത്ത് ഫർമാൻ. സോ വെൽക്കം യു ടു ദി ലീഗൽ ലൂപ്പ്. താങ്ക് യു. സോ ഇവിടെ ഈ കഥയിൽ ഞാൻ പറഞ്ഞത് ആരാണ്, എന്താണ് അവിടെ ആക്ച്വലി സംഭവിച്ചത്, ക്ലാരിഫിക്കേഷൻ. ആരാണ് ഈ വ്യക്തി എന്നറിയുന്നതിന് മുമ്പ് നമുക്കറിയേണ്ടത് എവിടെയാണ് ഈ സംഭവം, ഈ അതിഭീകരമായ സംഭവം, ഇതിന്റെ ബർത്ത് പ്ലേസ് എവിടെയാണ്? എവിടെയാണ് നടന്നത് നമുക്കറിയേണ്ടത്. ഇന്ത്യ രാജ്യത്തിന്റെ കർണാടക സംസ്ഥാനമായ ധർമ്മസ്ഥല എന്ന സ്ഥലത്ത് വെച്ചാണ് ഈ ഒരു അതിഭീകരമായ സംഭവം നടന്നത്. ധർമ്മസ്ഥലയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ടെമ്പിൾ ടൗൺ സിറ്റിയാണ്. അതിന്റെ സ്പിരിച്വലും സേക്രഡ് ലാൻഡും അതൊക്കെയാണ് അവിടുത്തെ പ്രത്യേകത. ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും, ഞാൻ ആ ഭാഗത്ത് നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ദിവസേന വന്ന് അവിടുത്തെ ആരാധനകളിലും മറ്റ് കാര്യങ്ങളിലും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ധർമ്മസ്ഥല. ആ ഒരു സംഭവം, ആ ഒരു സ്ഥലത്ത് വെച്ചാണ് ഈ ഒരു ക്രൈം ബർത്ത് ചെയ്യുന്നത്. നമുക്കറിയാം, അത്രയും ആൾക്കാർ വരുന്ന ആ ഒരു സ്ഥലത്താണ് അത്തരത്തിലുള്ള അതിഭീകരമായ സംഭവം നടക്കുന്നത്. നമ്മൾ പറയുകയാണെങ്കിൽ ഇതൊരു ചെറിയൊരു ക്രൈമല്ല. ഈ ഒരു ക്രൈമിൽ ഉൾപ്പെട്ടിട്ടുള്ളത് പല സ്ത്രീകളും പിഞ്ചു കുഞ്ഞുങ്ങളും കൊല ചെയ്യപ്പെടുന്ന റേപ്പ് ഒക്കെ ചെയ്തിട്ടാണ് ഈ ഒരു കൊലപാതകമൊക്കെ നടന്നിരിക്കുന്നത്. ഇത്രയും ഒരു ബ്രൂട്ടൽ ക്രൈമുകളാണ് നമുക്ക് ആരെയും പറഞ്ഞാൽ ഇത് ഒറ്റയ്ക്ക് തീർന്നും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം. 100-ലധികം ഡെഡ് ബോഡീസ്, അത് റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, കൊലപാതകമല്ല ഡെഡ് ബോഡീസ്. എന്താണ് ഈ വ്യക്തിയുടെ സ്റ്റോറി? എന്തുകൊണ്ടാണ് അയാൾ ഇപ്പോൾ അത് വിളിച്ചതിലേക്ക് കൊണ്ടുവരുന്നത്? തീർച്ചയായും ആശങ്ക ഉണർത്തുന്ന ഒരു സംഭവമാണ് ഈ ധർമ്മസ്ഥലയിൽ നടന്നിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത് എന്നുള്ളത് ഒരു ചെറിയൊരു സംഭവമല്ല. 100ഓളം എന്തിനാണ് സ്ത്രീകൾ, പിഞ്ചു കുഞ്ഞുങ്ങൾ റേപ്പ് ചെയ്യപ്പെടുകയും അവരെ കൊല്ലപ്പെടുകയും ചെയ്യുന്ന സംഭവമാണ് ധർമ്മസ്ഥലയിൽ നടന്നിട്ടുള്ളത്. എന്തുകൊണ്ട് ഈ ഒരു മധ്യവയസ്കൻ, 48 വയസ്സുള്ള മധ്യവയസ്കൻ മുമ്പൊന്നും ഈ ഒരു വിഷയം ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടില്ല എന്നുള്ളത് നമുക്കൊക്കെ ഒരു ആശങ്ക, അല്ലെങ്കിൽ എന്തുകൊണ്ട് എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള ഒരു ചോദ്യമാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുകയാണ്. ഈ കൊല ചെയ്തവർ ഇദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുകയാണ്. നിങ്ങളെങ്ങാനും ഈ ഒരു സംഭവം ലോകത്തോട് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ മക്കളെയും ഇതേ അവസ്ഥയിലേക്ക്, ഇതേ ഗതിയിലേക്ക് നമ്മൾ എത്തിക്കുമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കുണ്ടാകുന്ന ആ ഒരു മെന്റലി ടോർച്ചർ ചെയ്തിട്ടാണ് അയാളെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നത്. അയാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം കുടുംബത്തിന് സ്റ്റേറ്റ് വെച്ച് നമ്മളൊന്നും ചെയ്യാനില്ല. 1980 മുതൽ 2014 വരെ 100ഓളം ഡെഡ് ബോഡികളാണ് ഇദ്ദേഹം വളർത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആ മാനസികാവസ്ഥ നമ്മൾ ആലോചിക്കണം. എത്രമാത്രം നിർബന്ധിക്കപ്പെട്ടിട്ടായിരിക്കും അദ്ദേഹം ഈ ഒരു മറവ് ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ട് ഇപ്പോ ഈ ഒരു സന്ദർഭത്തിൽ ഇദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ 2014 ഇദ്ദേഹത്തിന്റെ സ്വന്തം കുടുംബത്തിൽ ഒരാളെ ഇതേപോലെ റേപ്പ് ചെയ്ത് കൊല്ലപ്പെടുകയും ചെയ്തു. അദ്ദേഹം വളരെ മാനസികമായി തളർന്നു. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനെയൊരു സാഹചര്യത്തിൽ അദ്ദേഹം നാടുവിടുകയും ഈ അടുത്ത് ജൂലൈ മാസത്തിൽ തന്നെ, അത് ഞാൻ ആ റിപ്പോർട്ട് വായിച്ചിരുന്നു. അതായത് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് അതിൽ വളരെ വ്യക്തമായി വെളിപ്പെടുത്തുന്നു. ഇത്രയും കാലം ഞാനിതൊരു ഭാരം പോലെ ചുമന്നു നടന്നു, ഇനി ഇത് കൊണ്ടു നടക്കാൻ എൻ്റെ മനസ്സാക്ഷി സമ്മതിക്കുന്നില്ല. ഇവരെ ഈ മരിച്ചുപോയ ആൾക്കാർക്ക് അവർ അന്തിമ ക്രിയയായിട്ടും അവർക്ക് ചെയ്യാൻ പറ്റട്ടെ എന്നുള്ളൊരു അത് എന്താ പറയാ, അത് അത്രയും ഒരു ഹാർട്ട് ടച്ചിങ് സാധനമാണ്. നമ്മൾ ആരും വിചാരിക്കാത്തൊരു, അതായത് സ്കൂൾ കാലഘട്ടത്തിൽ വേൾഡ് വാർ 2 ഹിറ്റ്ലറിന്റെ ചരിത്രം പഠിക്കുമ്പോൾ ഇതുപോലത്തെ ഒരു ബ്രൂട്ടൽ ക്രൈം കേട്ടറിയാൻ തന്നെ വളരെ ഭയാനകമാണ്. ഈ 2025 കാലഘട്ടത്തിൽ നമ്മളെ അത്രയും ദൂരമല്ല, അതായത് നമ്മുടെ അടുത്തുള്ള സ്റ്റേറ്റിലാണ് നടക്കുന്നതെന്ന് പറയും. എന്തായാലും പബ്ലിക് ഇതിനെ അഫക്ട് ചെയ്തിട്ടില്ല. എങ്ങനെയാണ് പബ്ലിക് ഇതിനെ റിയാക്ട് ചെയ്തിട്ടുള്ളത്? തീർച്ചയായും യഥാർത്ഥത്തിൽ നമ്മളെ പോലെയുള്ള സാധാരണക്കാർ
സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്ന ഒരു സംഭവമാണിത്. കാരണം അത്രയേറെ ടെക്നോളജി ഡെവലപ്പ് ആയിട്ടുള്ള എല്ലാ വിധത്തിലുള്ള പോലീസ് സേനയും ഇൻവെസ്റ്റിഗേഷൻ ടീമും എല്ലാവിധ സംവിധാനമുള്ള നമ്മുടെ ഇന്ത്യ പോലെയുള്ള രാജ്യത്ത്, അത് മാത്രമല്ല പ്രത്യേകിച്ച് കർണാടക എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് വലിയ എക്യുപ്ഡ്, എന്താ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ തന്നെ ഇന്ത്യയിലെ ടോപ്പ് 10 ടോപ്പ് 5 ഉള്ള ഒരു സ്റ്റേറ്റ് ആണ് എല്ലാ സെക്ടറിലും നോക്കിക്കഴിഞ്ഞാൽ. അങ്ങനത്തെ ഒരു സ്റ്റേറ്റിലാണ് ഇത് നാം ഒന്നും കൂടി ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ സെക്ടർ വൈസ് ആയിട്ടോ സർവീസ് സെക്ടർ വൈസ് ആയിട്ടോ കർണാടക റാങ്ക്സ് ടോപ്പ്. നമ്മുടെ ചരിത്രത്തിൽ മാത്രം ഒതുങ്ങി പോകട്ടെ എന്ന് ആഗ്രഹിച്ച ഹിറ്റ്ലറിനെ പോലെയുള്ള ഹിറ്റ്ലറിന്റെ കഥ പോലെയുള്ള കഥകളാണ് ഇന്ന് ഇന്ത്യയിലെ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ നടന്നിട്ടുള്ളത്. അപ്പൊ യഥാർത്ഥത്തില് നമ്മളിപ്പോ അറിഞ്ഞിട്ടുള്ളത് ഈ ഒരു 48 വയസ്സുകാരൻ പറഞ്ഞിട്ടുള്ള ആ ഒരു 100 ഡെഡ് ബോഡികളുടെ കഥ മാത്രമാണ്. നമുക്കറിയില്ലേ വേറെ ആരെങ്കിലും ഇത്തരത്തിലുള്ള, അതായത് 2014 ഇദ്ദേഹം നാടുവിടുകയാണ്. അതിനുശേഷം ഈ 11 വർഷത്തോളം വേറെ ആരെങ്കിലൊക്കെ ആയിരിക്കും ഇത്ര ഡെഡ് ബോഡികൾ ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടാകും. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നുള്ളത് നമ്മൾ യഥാർത്ഥത്തില് ഇത് ഇദ്ദേഹം വെളിപ്പെടുത്തിയത് കൊണ്ട് മാത്രമാണ് നമ്മൾ 100 എന്നുള്ള സംഖ്യയിലേക്ക് എത്തിച്ചേരുന്നത്. ഇനിയും വെളിപ്പെടുത്താത്ത 2014 ശേഷം 2022, അതായത് ഏകദേശം 9 വർഷത്തോളം വേറെ ആരെങ്കിലും ആയിരിക്കും ഈ ഒരു ഡെഡ് ബോഡീസ് ഒക്കെ പറഞ്ഞിരുന്നത്. അപ്പൊ ആ ഒരു അതായത് ഇദ്ദേഹത്തിന്റെ മുന്നിൽ അയാൾ പറഞ്ഞ 15 സ്പോട്ട് ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്. ഈ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ഈ കേസ് എന്തൊക്കെയാണ് ചാലഞ്ചസ് വരാറുള്ളത്, അതുപോലെ തന്നെ ഈ വിക്ടിംസിന് ഫാമിലി ജസ്റ്റിസ് കിട്ടും. തീർച്ചയായും നല്ല രീതിയിലുള്ള ചാലഞ്ചസ് ആണ് ഇൻവെസ്റ്റിഗേഷൻ ടീം ഫേസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു സംഭവം കംപ്ലൈന്റ് ചെയ്തവരാൽ തന്നെ ഗവൺമെന്റ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിക്കുകയും അഥവാ SIT നിയോഗിക്കുകയും ഇതിന് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ താങ്കൾ പറഞ്ഞ 15 സ്പോട്ടുകളാണ് ഈ ഒരു 48 വയസ്സായ പറഞ്ഞിട്ടുള്ളത്. അയാൾ കൊല ചെയ്യപ്പെട്ട മറുപടിയുള്ള സ്ഥലത്ത്. അപ്പം ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ചാലഞ്ചസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, പതിറ്റാണ്ടുകളോളം 1980കളിൽ കൊല ചെയ്യപ്പെട്ട ആൾക്കാരുടെ മൃതദേഹങ്ങളാണ് ഉള്ളത്. അപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഇത്രയേറെ പഴക്കമുള്ള ഡെഡ് ബോഡികളെ അത് ആരുടെ ഫാമിലിയാണ്, അത് എവിടെയുള്ള ആൾക്കാരാണെന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളത് ചെറിയ കാര്യങ്ങളാണ്. കുറച്ച് ബുദ്ധിമുട്ടുള്ള പ്രയാസമുള്ള കാര്യമാണ്. ഇപ്പം ധർമ്മസ്ഥലമാണെങ്കിൽ നമുക്ക് ഒരു ആധാർ കാർഡോ അതിലായ ഐഡന്റിറ്റി എടുത്ത് നമുക്ക് ബയോമെട്രിക്സ് വെച്ച് നോക്കാം. പക്ഷെ ആ സമയത്ത് അതുപോലും ഇല്ല. അത് മാത്രമല്ല, ധർമ്മസ്ഥല എന്ന സ്ഥലത്ത് പോലീസ് സ്റ്റേഷൻ നിലവിൽ വരുന്നത് 2014. അതായത് ഇദ്ദേഹം 2014 നാടുവിടുകയും 2016 അവിടെ ഒരു പോലീസ് സ്റ്റേഷൻ വരുന്നത്. ഡാറ്റാസ് ഒക്കെ, ഈ മിസ്സിംഗ് കേസുകളുടെ ഡാറ്റാസ് ഒക്കെ കളക്ട് ചെയ്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുക എന്നതൊക്കെ വളരെ സ്പീക്കായിരിക്കും. മാത്രമല്ല, ഈ ധർമ്മസ്ഥല എന്നുള്ളത് ഒരു ടെമ്പിൾ ടൗൺ ആണെന്ന് പറഞ്ഞത് ഇന്ത്യയുടെ നാനാഭാഗത്ത് നിന്ന് ലക്ഷങ്ങളോളം ആൾക്കാർ വന്ന് അവിടെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ 1-2 ആൾക്കാർ മിസ്സിംഗ് കേസ് ഉണ്ടാകുക. അതെ, രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് മിസ്സിംഗ് കേസുകൾ റിപ്പോർട്ട് ചെയ്തത് അത് ഇവിടെ നിന്നായിരിക്കാം. ഇതുവരെ വ്യക്തമായ ഒരു കണക്ക് അദ്ദേഹം വിട്ടിട്ടാണ് പറയുന്നത്. ഇനിയിപ്പോ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവിടെ 5 സ്പോട്ടുകൾ ഒഴിച്ച് കഴിഞ്ഞിരിക്കുന്നു. 6ാമത്തെ സ്പോട്ടുകളിൽ നമുക്ക് ആ അതിന്റെ സ്കെൽട്ടൻ നമുക്ക് കണ്ടെത്താൻ സാധിച്ചു. ആ നദിയുടെ തീരെ ഒരിക്കലും ഈ ഒരു സംഭവം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് മാത്രമായിരിക്കും ലോകത്തുള്ള ഇന്ത്യയിലുള്ള സ്വാഭാവികമായിട്ടും. കാരണം ഇതൊക്കെ നമുക്കൊന്ന് ഡൈജസ്റ്റ് ചെയ്ത് എടുക്കാൻ വളരെ ചരിത്രത്തിൽ മാത്രം കണ്ടിട്ടുള്ള കേട്ടിട്ടുള്ള സംഭവമാണ് ഇന്ന് 2025 നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രത്തോളം സംഭവിച്ചു. ഇനി ഇൻവെസ്റ്റിഗേഷൻ, അതായത് ചാർജ് ഷീറ്റ് വരെ ഫയൽ ചെയ്ത് വെച്ച് അതിൽ അക്യൂസിന്റെ പേരുകളുണ്ട്. ഇത്രത്തോളം ആൾക്കാരെ അഥവാ കണ്ടുപിടിച്ചാൽ ഈ ഫാമിലീസിനൊക്കെ ജസ്റ്റിസ് കിട്ടും. തീർച്ചയായിട്ടും ആരുടെ ഫാമിലിയാണെന്നത് കണ്ടുപിടിച്ചാൽ തീർച്ചയായിട്ടും ജസ്റ്റിസ് ലഭിക്കും. കാരണം ഇതുപോലെ മുന്നേ ഒരു 2003 ഒരു പെൺകുട്ടിയെ കാണാതായിരുന്നു. ആ പെൺകുട്ടി മിസ്സിംഗ് കേസിന് ഇതേ ധർമ്മസ്ഥലയിൽ നിന്നാണ് മിസ്സിംഗ് കേസിന് ഫയൽ ചെയ്തു. അവിടെ പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അതൊരു സംഭവം അവിടെ ഇതും അതുപോലെ നടക്കാനുള്ള സാധ്യതയുണ്ടോ? സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. കാരണം നമ്മുടെ പോലെയുള്ള സാധാരണക്കാരുടെ അവസ്ഥ
കോടതിയാണ് അഥവാ ജുഡീഷ്യറിയാണ്. ആ ജുഡീഷ്യറിയെ വിശ്വസിച്ചുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും തീർച്ചയായും ഇതിന്റെ വിക്ടിംസിന് അത് ആരാണോ ക്രൈം ചെയ്തത് അദ്ദേഹത്തെ കണ്ടുപിടിക്കുകയാണ്. തീർച്ചയായും ഇതുപോലെയുള്ള സാധാരണക്കാരായിട്ടുള്ള വിക്ടിംസിന് നീതി ലഭിക്കുമെന്നത് തന്നെയാണ് ഒരു ജനാധിപത്യ വിശ്വാസി എന്ന നിലയിൽ നമുക്ക് പറയാൻ സാധിക്കുക. അപ്പോൾ അവർക്കൊക്കെ ദൈവം നല്ലത് മാത്രം കൊടുക്കട്ടെ. ഇതുപോലെയുള്ള സംഭവ വികാസങ്ങൾ ഇന്ത്യയിൽ തന്നെ ലോകത്ത് എവിടെയും സംഭവിക്കാതിരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇത് വൈൻഡപ്പ് ചെയ്യാം. ഇതിൻ്റെ വീണ്ടും കുറേ അപ്ഡേറ്റ്സ് ആയിരിക്കും വീണ്ടും വരും. സോ ഇത് അറിയണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. അതിൽ പെട്ടെന്ന്. സോ ടിൽ ദെൻ